ലക്ഷ്യബോധമില്ലാത്ത കുറെ പാർട്ടികളുടെ മുന്നണിയാണ് UDF എന്ന് LDF കൺവീനർ EP ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കേന്ദ്രവും UDFും എത്ര എതിർത്താലും കേരളത്തിൽ ഒരു വികസന പദ്ധതി പോലും മുടങ്ങില്ലെന്നും EP ജയരാജൻ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണി എത്ര സീറ്റിൽ വിജയിക്കുമെന്ന ചോദ്യത്തിന് LDF കൺവീനർ EP ജയരാജന്റെ മറുപടി ഇതായിരുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ വന്നാൽ തീർച്ചയായും ജനങ്ങൾ ഞങ്ങളുടെ പക്ഷത്താണ്. ആ ജനശക്തി ഞങ്ങളോടൊപ്പം നിന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷം വിജയിച്ചു വരേണ്ട ആവശ്യകത മനസ്സിലാക്കിയ ജനതയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നയിക്കുന്ന സമരാഗ്നി പരിപാടി വെറും ഗ്രൂപ്പ് കളിയായി മാറി. ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജാഥയുണ്ട്. ഇന്ത്യയിൽ RSS സംഘപരിവാറിന്റെ ആപത്തിനെതിരായിട്ട് അവർ പ്രസംഗിക്കുന്നുണ്ടോ? അവരെ വഴിക്ക് വെച്ച് തെറി പറയാനും അശ്ലീലം പറയാനും ഗ്രൂപ്പ് കളി നടത്താനും ഇതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇതാണോ കേരളത്തിന്റെ താല്പര്യം? കേരളത്തിന്റെ താല്പര്യം ഇന്ത്യ നേരിടുന്ന വിപത്തിനെതിരായിട്ട് ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ച് അതൊരു വലിയ മഹാപ്രസ്ഥാനമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. തൃശൂരിൽ NDA LDFന് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഒരാൾക്ക് ആഗ്രഹിക്കുന്നതിന് അവരെ തടസ്സപ്പെടുത്താൻ കഴിയുമോ? മനുഷ്യൻ എന്തും ആഗ്രഹിക്കാലോ. ആ കൂട്ടത്തിൽ ഒരു ആഗ്രഹം ഇത്. കേരളത്തിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കേരള സമൂഹം. അങ്ങനെയുള്ള ഒരു ജനറേഷനുള്ള നാടിനെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാനും അന്ധവിശ്വാസവും അനാചാരവും കൊണ്ട് അവരെ കീഴ്പ്പെടുത്താനും സാധിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. ഇടതുമുന്നണി സർക്കാരിന് വികസന പദ്ധതികൾ സംബന്ധിച്ച് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. കേന്ദ്രവും UDFും എത്ര എതിർത്താലും കേരളത്തിൽ ഒരു വികസന പദ്ധതിയും മുടങ്ങില്ലെന്നും EP ജയരാജൻ വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.